അതാ ഖാല റജുലുൻ, ഒരു മഹാൻ പറയാണ്, റഅയ്തു ബിശ്റാ, ഞാൻ ബിശ്റുൽ ആഫിയ കണ്ടുമുട്ടി. വഖഫ അലാ അസ്ഹാബിൽ ഫാക്കിയ, അങ്ങാടിയിലുള്ള ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന വ്യാപാരിയുടെ സമീപത്ത് ബിശ്റുൽ ആഫി നിൽക്കുകയാണ്. യൻദുറു ഇലൽ ഫവാക്കിഹി, അതാ പഴവർഗ്ഗങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ട ആള് ബിശ്റുൽ ആഫിയോട് ചെന്ന് ചോദിച്ചു, ലഅല്ലക തസ്തഹി മിൻ ഹാദാ, ഈ പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് തിന്നാൻ ആഗ്രഹമുണ്ടെങ്കിൽ എടുത്തോളൂ, ഞാൻ പണം കൊടുക്കാം, വാങ്ങിത്തരാം. ബിശ്റുൽ ആഫി തങ്ങളെ മറുപടിയില്ല, ഈ ഫ്രൂട്ട്സ് എനിക്ക് ആഗ്രഹമില്ല, ഇത് തിന്നാൻ എനിക്ക് കൊതിയുണ്ടായിട്ട് നോക്കുകയല്ല. വലാകിൻ നളർതു ഇദാ കാന യുത്ഇമു ഹാദാ മയ്യസി, ഈ കാണുന്ന നല്ല വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ള പഴങ്ങൾ അള്ളാഹുവിനെ എതിര് കാണിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു തിന്നാൻ കൊടുക്കുകയാണല്ലോ. ഫകൈഫ മൻ യുതീഉഹു, അപ്പോൾ അള്ളാഹുവിനെ ഇതാഅത്ത് ചെയ്ത് പടച്ച റബ്ബിന്റെ നിയമങ്ങൾ പാലിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സ്വീകരിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അവൻ ഏതെല്ലാം ഫ്രൂട്ട്സുകളാണ് കൊടുക്കുക എന്ന് ചിന്തിച്ചു പോയതാണ്. ഈമാനുള്ള ഉമ്മ സഹോദരാ, എത്രയാണ് ഭക്ഷിച്ചു കൂട്ടുന്നത്, ഏതെല്ലാം ജ്യൂസുകളാണ്, ഏതെല്ലാം അസീറാത്താണ് നമ്മൾ കുടിച്ചു തീർക്കുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ പടച്ച തമ്പുരാൻ മുത്തഖീങ്ങൾക്ക് ഒരുക്കി തയ്യാർ ചെയ്യുന്ന സ്വർഗമെന്ന വീട്? സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസരി തങ്ങളെ പോലെയുള്ള മഹാന്മാരെ മുമ്പിലേക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊണ്ടുപോയി വെക്കപ്പെട്ടാൽ അവര് കരയുകയാണ്. എന്തേ നിങ്ങൾ കരയാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾക്ക് അല്ലാഹു ഇവിടെ നിന്ന് തന്നെ പ്രതിഫലം തന്നു തീർക്കുമോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ആഖിറത്തിലെത്തുമ്പോ ചെയ്ത അമലൊന്നും ഉപകാരപ്പെടുകയില്ലേ എന്ന് പേടിച്ചു പോവുകയാണ്. നമ്മളൊരു ഭക്ഷണം ഒരു പിടി വായിലേക്ക് വെക്കുമ്പോ ചിന്തിക്കാറുണ്ടോ, ഇതെന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ഇത്ര കാലം ചെയ്തതിന് പ്രത്യുപകാരമായിട്ടാണോ റബ്ബ് നൽകുന്നത്? ആലോചിക്കാറുണ്ടോ? സൗകര്യമുള്ള ഒരു വീട് റബ്ബ് നമുക്ക് നൽകിയപ്പോ അല്ലാ നീണ്ട വർഷക്കാലത്തെ നോമ്പുകൾക്ക് പകരമായിട്ടാണോ ഈ സൗന്ദര്യമുള്ള നല്ല വിശാലമായ പാർപ്പിടം റബ്ബ് എനിക്ക് നൽകിയതെന്ന് മക്കളെ റബ്ബ് തന്നപ്പം ചിന്തിച്ചിട്ടുണ്ടോ? പാവങ്ങൾക്ക് കണ്ണീരൊപ്പ ഞാൻ കൊടുത്ത സ്വതക്ക കാരണം അല്ലാഹ് പ്രതിഫലം തന്നു തീർത്തതാണോ? എനിക്ക് റബ്ബ് തന്ന സന്താനങ്ങളെന്ന് ആലോചിച്ചിട്ടുണ്ടോ?
ഇന്നലെ രാത്രി ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വയല് കഴിഞ്ഞ് ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. എൻ്റെ കൂടെ ഒരു തഖ്വയുള്ള ഇഖ്ലാസുള്ള പരലോകം ചിന്തിക്കുന്ന ഒരു ഉസ്താദ് ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ട്. നല്ല ബീഫ് ബിരിയാണിയാണ്. ആ ബിരിയാണിയിലേക്ക് കൈവച്ചപ്പോൾ ആ ഉസ്താദ് തേങ്ങിക്കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, കണ്ടു നിന്ന ഞാനും കരഞ്ഞുപോയി. ആ സമയത്ത് ഉസ്താദ് തേങ്ങുന്ന ശബ്ദത്തോടെ പറയുകയാണ്, ഞാൻ ഫലസ്തീനിലെ ഗസയിലെ മക്കളെ ചിന്തിച്ചു പോയി. പാവപ്പെട്ട എന്നെ പോലെ നിങ്ങളെപ്പോലെ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവരല്ലേ അവരും. വലിയ ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് നമ്മുടെ മക്കളെ പോലെയുള്ള മക്കളല്ലേ. എനിക്കുമുണ്ട് പറക്കമറ്റാത്ത പൊന്നോമന പൈതങ്ങൾ. അല്ലാഹുവേ, ഒരു മാരക രോഗവും കൊടുക്കാതെ ആ മക്കൾക്ക് ആരോഗ്യത്തോടെ ആയുസ് കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് കൺകുളിർമയേകുന്ന മക്കളാക്കി തരണേ തമ്പുരാനെ. നമ്മുടെ സ്വന്തം മക്കളെ പോലെയുള്ള പിഞ്ചോമന മക്കൾ ഇന്ന് ഗസയിൽ വെടിയുണ്ടകൾക്ക് മുന്നിൽ ഇരയായി ശരീരം ചിന്നിച്ചിതറുന്നു. മനുഷ്യത്വം മരവിച്ച ധിക്കാരികൾ പൊന്നോമന മക്കളെ എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതങ്ങളെ കൊന്നൊടുക്കുന്നു. എവിടെ മനുഷ്യാവകാശ പ്രവർത്തകന്മാർ? നാണമില്ലേ? വലിയ മാന്യന്മാരായ ഭരണാധികാരികൾ നമ്മുടെ നാട്ടിലില്ലേ? ആഗോളതലത്തിലില്ലേ? ഐക്യരാഷ്ട്രസഭ പോലും ഒരു വിരൽ അനക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഗസയിലെ മക്കളുടെ മോചനത്തിന് വേണ്ടി എന്റെ നമ്മുടെ ലോകത്ത് മനുഷ്യത്വമുള്ള ഏതെങ്കിലും നഞ്ഞൂക്കുള്ള നട്ടെല്ലുള്ള തൻ്റെ ഇടമുള്ള ഏതെങ്കിലും ഒരു ഭരണാധികാരി ശബ്ദിക്കാതെ പോകുന്നത്? സുഹൃത്തുക്കളെ, പാതിരാത്രികളിൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിച്ച് സുജൂദ് ചെയ്ത് കരഞ്ഞു ദുആ ചെയ്യണേ. അല്ലാ, ഞങ്ങളെ ഇഖ്വാനുകളായ സഹോദരങ്ങൾ ലോകത്തിന്റെ ഏതെല്ലാം കോണുകളിൽ പീഡിതരുണ്ടോ അവർക്ക് മോചനം നൽകണേ അല്ലാ.